പ്രധാന നടി വസ്ത്രം മാറുന്നത് ഒളിഞ്ഞു നോക്കിയപ്പോൾ നിന്നെ തലകീഴായി കുനിച്ചു നിർത്തിയത് ഓർമ്മയുണ്ടോ? അവന്റെ കൈയൊന്നു തെറ്റിയാൽ നീ ഈ ഭൂമിയിൽ ഓർമ്മകൾ മാത്രമായേനെ. അന്നും നീ ഒരു കൊട്ടേഷൻ നൽകി ഒരു ജീവൻ എടുത്തു. 20 കൊല്ലം മുമ്പ് നടൻ ദിലീപ് ചെയ്ത ഒരു ക്രൂരകൃത്യം വെളിപ്പെടുത്തി സിനിമാ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. നടൻ ദിലീപ് ഇന്നത്തെ നിലയിൽ ജനപ്രിയ നായകനായി മാറിയതിൽ ഒരുപാട് പേരുടെ കണ്ണീരുണ്ട്. സിനിമാ രംഗത്തെ പലരെയും ചവിട്ടിത്താഴ്ത്തിയാണ് അദ്ദേഹം ഇന്നത്തെ നിലയിൽ സിനിമാ ലോകത്തെ അടക്കി നിയന്ത്രിക്കുന്ന വ്യക്തിയായി മാറിയത്. എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായതോടെ ദിലീപിന്റെ പതനത്തിന് തുടക്കമാകുകയാണ്. ദിലീപ് തന്നെ എത്രത്തോളം ദ്രോഹിച്ചു എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സംവിധായകൻ രാജസേനൻ രംഗത്തെത്തിയിരുന്നു. ദിലീപ് കാരണമാണ് സിനിമയിൽ നിന്നും താൻ പുറത്തു പോകേണ്ടി വന്നതെന്നാണ് രാജസേനൻ പറയുന്നത്. ഇപ്പോൾ വീണ്ടും ദിലീപിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റൊരു സിനിമാ പ്രവർത്തകൻ. തിരുവനന്തപുരം സ്വദേശിയും തിരക്കഥാകൃത്തുമായ റഫീഖ് സീലാട്ട് രംഗത്തെത്തിയത്. ദിലീപിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചാണ് റഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രധാന നടി വസ്ത്രം മാറുന്നത് ഒളിഞ്ഞു നോക്കിയതിന് ദിലീപ് പിടികൂടിയതും ഇത് വാർത്തയായപ്പോൾ ക്രൂരതയോടെ പ്രവർത്തിച്ച സംഭവമാണ് റഫീഖ് ഫേസ്ബുക്കിലൂടെ ഓർത്തെടുക്കുന്നത്. ഈ സംഭവവുമായുള്ള തർക്കത്താൽ മനോവ്യത മൂലം മദ്യപാനിയാവുകയും ഒടുവിൽ ട്രെയിനിൽ നിന്നും ഒരാൾ മരണപ്പെടുകയും ചെയ്ത സംഭവവും അദ്ദേഹം ഓർത്തെടുക്കുന്നു. ഇത് ഒരു അർത്ഥത്തിൽ കൊട്ടേഷൻ തന്നെയാണ് എന്നാണ് റഫീഖ് പറയുന്നത്. ജനപ്രിയ നായകനിൽ നിന്നും വില്ലനിലേക്ക്.